ശിവായ ഓം നമഃ 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 ശിവായ. അപ്പോൾ നമുക്കിതിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. ഒരു 5-6 മാസം മുമ്പ് വെള്ളപ്പാട് അമ്പലത്തിലൊരു താമ്പൂല പ്രശ്നം വെച്ചായിരുന്നു. അന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നു വലിയ താമസമില്ലാതെ ഇവിടെ ഒരു സംഭവം ഉണ്ടാവും. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ നമഃ ശിവായ ഓം 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 നമഃ ഇവിടം വരെ പോകുന്നുള്ളവര് മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്തെങ്കിലും അവരാരെങ്കിലും ഒരു മധ്യസ്ഥനെയോ ഇടനിലക്കാരെ ആരെങ്കിലും വിട്ട് ഇതാണോ ഒരു 100-200 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഒരു 100 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു. അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല, വിഗ്രഹങ്ങളില്ല, അങ്ങനെ ഇരുന്ന അവസ്ഥയിലായിരുന്നു. ഇന്നലെ ഇവിടെ JCBക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത്. ഇവിടെയുള്ള എല്ലാവർക്കും, ഈ സമീപപ്രദേശത്തുള്ള എല്ലാവർക്കും ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് അറിയാം. ഇതിന് ചുറ്റും ഇത് കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്നൊരു ക്ഷേത്രം എല്ലാവരുടെയും അവഗണന കൊണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണന കൊണ്ട് ഈ ക്ഷേത്രം നശിച്ചുപോയി. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുമായിരുന്നു. ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനെടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചതും. പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ, ഇപ്പോൾ അവിടെ കാണുന്ന ശിവലിംഗം, അത് ശിവലിംഗമാണ്. അത് 2 കേടുപാട് പറ്റിയിട്ടുണ്ട്, അത് 2ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു നിയോഗം പോലെ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ഒരു താമ്പൂല പ്രശ്നത്തിൽ അവിടെ ഒരു പ്രസിദ്ധനായ ജ്യോതിഷൻ വടകര ശ്രീനാഥ് പണിക്കർ, ചോറോട് ശ്രീനാഥ് പണിക്കർ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ഇത് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഇതിൽ ഞങ്ങളിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് JCB കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു. സമീപവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു, നിങ്ങൾ വരണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ എത്തി ഒരു വിളക്കൊക്കെ വെച്ചു. ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വരും ദിവസങ്ങളിൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിന് അതിൻ്റെ ആചാര്യന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുമായിട്ട് ആലോചിച്ച്, ഇതിപ്പോൾ ഇത് കയ്യേറിയിരിക്കുന്ന ആളുകൾ അവരുടെ സമൂഹത്തോടു കൂടി അവരുമായിട്ട് ആലോചിക്കണം. കൂടിയാലോചനയ്ക്ക് ശേഷം അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കും.